സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച മധുസൂദൻ മിസ്ട്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നും നാളെയുമായി DCC നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും. ഈ മാസം പകുതിയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് 24-നോട് പറഞ്ഞു. ഫെബ്രുവരി പകുതിയോടുകൂടി കോൺഗ്രസിന്റെ ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് നിർണ്ണയമൊക്കെ ഇതുവരെ പൂർത്തിയായി. ലീഗുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടും RSP, CMP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അതെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഘടകകക്ഷികളും കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിലുള്ള ആദ്യവട്ട ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് 3 സീറ്റെങ്കിലും ഏറ്റെടുത്തേ മതിയാകൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വേഗം തന്നെ നിശ്ചയിക്കുക, UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിൽ നടത്തുക, ഇതാണ് ഇപ്പോൾ UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വങ്ങൾ ആലോചിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇതിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കേരള യാത്ര ഫെബ്രുവരി 6 കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. ആ യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ, അതായത് അതിനു മുമ്പ് തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ചർച്ചകൾ വഴിമുട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് നീളുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഫെബ്രുവരി പകുതിയോടുകൂടി, ഫെബ്രുവരി 2ാം വാരത്തോടു കൂടിയായിരിക്കും ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സിറ്റിംഗ് MLA മാർ, സംവരണ സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ, അവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം AICC നിയോഗിച്ച തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ന് ആ സമിതിയുടെ 2ാം ഘട്ട കൂടിയാലോചനകളും ചർച്ചകളും സിറ്റിംഗും ഒക്കെ KPCCയിൽ നടക്കുകയാണ്. ഇന്നും നാളെയുമായി DCC അധ്യക്ഷന്മാരുമായും KPCC നേതൃത്വവുമായും ഈ മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തും, ചർച്ചകൾ നടത്തും. നേരത്തെ തന്നെ, അതായത് ഇന്നലെയോടുകൂടി KPCC നിയോഗിച്ച തിരഞ്ഞെടുപ്പ് സമിതി ഈ DCCകളുടെ സ്ഥാനാർത്ഥി പട്ടികകൾ കേൾക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും അതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്നലത്തോടുകൂടി 14 DCCകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതും അവരുമായുള്ള കൂടിയാലോചനയും ഇന്നലത്തോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രാഥമിക പട്ടിക അത് KPCC അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിന്റെ ചുമതല നൽകിയിരുന്നു. ഈ പ്രാഥമിക പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഈ പ്രാഥമിക പട്ടികയിലെ കാര്യങ്ങളാണ് DCC നേതൃത്വവുമായി സ്വാഭാവികമായി ഈ AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുക, കൂടിയാലോചിക്കുക. ഒപ്പം ആ ജില്ലകളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തും. മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം, മറ്റ് ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ പരിഗണിക്കാനുണ്ടോ എന്നുള്ള കാര്യമടക്കം വിശദമായി തന്നെ അവരെ കേൾക്കും. ഒപ്പം 3 സർവേകൾ കോൺഗ്രസ് കേരളത്തിലുടനീളം നടത്തുന്നുണ്ട്. ആ സർവേകളിൽ വരുന്ന പേരുകൾ അതുകൂടി ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കും. ആ പട്ടികകളുമായി സ്ക്രീനിംഗ് കമ്മിറ്റി മറ്റന്നാളത്തോടു കൂടി ഡൽഹിയിലേക്ക് പോകും. അവിടെ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ കൂടി അംഗീകാരത്തോടു കൂടിയായിരിക്കും ഈ പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ കീറാമുട്ടിയായി നിൽക്കുന്നത് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചകളാണ്. ജോസഫ് വിഭാഗം നിലവിൽ കോൺഗ്രസ് 4 സീറ്റെങ്കിലും ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കും എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനോട് അടുക്കുന്നില്ല. 3 സീറ്റെങ്കിലും ലഭിച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. വിജയ സാധ്യതയുള്ള ഇടുക്കി, ഏറ്റുമാനൂർ മണ്ഡലങ്ങൾ ലഭിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. അത്ര 3 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കണം. പക്ഷേ ഒരു സീറ്റ് പോലും വിട്ടു നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ അവരും നിൽക്കുന്നു എന്നുള്ളതാണ്. ജോസഫ് വിഭാഗം നിൽക്കുന്നു. ആ കൂടിയാലോചനകൾ ഇന്ന് നടക്കും. ചില നേതാക്കൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.